അപ്പോൾ നമ്മുടെ അടുത്തൊരു 10 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളൊരു എവിടെയെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുകയാണ്, എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കും, മാക്സിമം റിട്ടേൺസ് നോക്കും, അങ്ങനെ റിസ്ക് എത്രമാത്രം ഉണ്ട് ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. ഇപ്പോൾ 10ാം ക്ലാസ് പ്ലസ് ടുവിൻ്റെ ഒക്കെ ഒരു റിസൾട്ട് വന്ന് നിൽക്കുന്ന ഒരു ടൈമാണ്. പല ആൾക്കാരും ഡിസിഷൻസ് എടുത്തിട്ടുണ്ടാവും, ചില ആൾക്കാർ കുറച്ചും കൂടി ഒന്ന് കൺഫ്യൂഷനിലായിരിക്കും. അപ്പോൾ അവരോടൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള റിസോഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അത് നമ്മുടെ ടൈമാണ്, അത് നമ്മളെ തന്നെയാണ്. ടൈം എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട്, ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച്. അപ്പം ഏറ്റവും എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതിനൊക്കെ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കോഴ്സ്, പല ആൾക്കാരും സാലറി കൺസിഡർ ചെയ്തിട്ട് ഓരോ ജോബിലേക്ക് പോകാനുള്ളൊരു തീരുമാനം എടുക്കും. അത് പലപ്പോഴും തെറ്റിപ്പോകാൻ ഒരു ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം നമുക്കൊരു ലൈഫ് ലോങ് ചെയ്യേണ്ട ഒരു സംഗതി, അത് ഇഷ്ടപ്പെട്ട് ചെയ്യാവുന്നൊരു സംഗതിയും കൂടി ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ വീക്കെൻഡ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായി പോകും, വീക്ക് ഡേയ്സ് അത്രമാത്രം പ്രശ്നങ്ങളാവുമ്പോൾ. അപ്പോൾ അതിന് പറ്റാതെ നമ്മളൊരു കൃത്യമായിട്ട് അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആൾക്കാരാവുക എന്നുള്ളത്. പിന്നെ ഒന്ന്, മാർക്കറ്റിൽ അതിന് ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പം AI, റോബോട്ടിക്സ്, ഇതിൻ്റെ ആ ഒരു മേഖലകളിലൊക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റ് വരുമ്പോൾ, ഇപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ ഒരു സമയത്ത് അത്രമാത്രം ഇതായിട്ടുള്ള ഒരു കാര്യം ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ പല ജോലികളും റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് നോക്കുക. പിന്നെ മേയേഴ്സ് ആൻഡ് ബ്രിക്സ് പോലത്തെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഡിസിഷൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും നല്ല കരിയർ ഗൈഡൻസ് സെമിനാർ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക, നല്ലൊരു ഡിസിഷൻ എടുക്കുക, മുമ്പോട്ട് പോവുക.